നൈമിഷാരണ്യം വെച്ച് കളിക്കുക നമ്മളെ. എന്താ ഈ നൈമിഷാരണ്യത്തിൻ്റെ കാരണം നമ്മൾ കണ്ടു. നിമിഷ നേരം കൊണ്ട് ഭഗവാൻ വിഷ്ണു ചക്രം കൊണ്ട് അസുരന്മാരെ ഇല്ലാണ്ടാക്കിയ സ്ഥലം നിമിഷാന്തര മാത്രം നൈമിഷാരണ്യം. പിന്നെ നൈമിഷാരണ്യം അതെന്താണ്? മഹർഷിമാരൊക്കെ കൂടി മുനിമാരൊക്കെ കൂടി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് കലികാലത്തിൻ്റെ ബാധ ഏൽക്കാതെ തപസ് ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വഴിയുണ്ടക എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. എന്നിട്ട് ബ്രഹ്മാവ് മനോമയം എന്നാണ് പറയുന്നത്, മനസ്സുകൊണ്ട് നിർമ്മിച്ചത്. മനോമയം എന്ന് പറഞ്ഞാൽ മനസ്സ്, സൂര്യസങ്കാശം, സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്നതുമായ ഒരു ചക്രം ഞാൻ ഇവിടുന്ന് വിടുകയാണെന്ന് പറഞ്ഞു. ഈ ചക്രം ഇവിടുന്ന് വിടുകയാണ്. ഇതിൻ്റെ നേമി, ഈ ചക്രം തകരുന്ന സ്ഥലം, നേമി ശീർണമാകുന്ന സ്ഥലം, അവിടെ നിങ്ങൾ തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ചക്രം വിട്ടു, രഥചക്രം വിട്ടു. മനോമയാണ്, സൂര്യനെ പോലെ ശോഭിക്കുന്ന ചക്രം ഇങ്ങനെ കറങ്ങി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിൻ്റെ നേമി ശീർണമായി. ശീർണയിച്ചാൽ തകർന്നു. നേമി ശീർണമായ സ്ഥലം നൈമിഷാരണ്യം. അപ്പോൾ നിമിഷനേരം കൊണ്ട് ശത്രുക്കളെ, അസുരന്മാരെ കൊന്ന സ്ഥലം മഹാവിഷ്ണു, നൈമിഷാരണ്യം. പിന്നെ ബ്രഹ്മാവയച്ച സൂര്യസങ്കാശമായ രഥചക്രത്തിൻ്റെ മനോമയവും സൂര്യസങ്കാശവും എന്നുവെച്ചാൽ സൂര്യനോട് തുല്യം ആയ ചക്രത്തിൻ്റെ നേമി ശീർണമായ സ്ഥലം നൈമിഷാരണ്യം. അങ്ങനെയാണ് ആ പേര് വന്നത്. സൂതൻ്റെ പേര് നമുക്ക് മനസ്സിലായി. നൈമിഷാരണ്യെന്നും രണ്ട് പേരുകളും ശരിയാണ്. ബോത്ത് ആർ ആക്സെപ്റ്റബിൾ, രണ്ട് പേരും ശരിയാണ്. ഇത് മനസ്സിലായി. ഈ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലമാണ് സ്ഥിരം കഥാപ്രസംഗവേദി. ആധുനിക ഭാഷ പറഞ്ഞാൽ സ്ഥിരം കഥാപ്രസംഗവേദി, പെർമനൻ്റ് തിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നൈമിഷാരണ്യത്തിൽ യജ്ഞങ്ങൾ, പുണ്യകർമ്മങ്ങൾ നടക്കും. അവിടെയാണ് സൂതന്മാർ സ്ഥിരം കഥ പറയുക. ഭാരതം അവിടെ വെച്ചാണ് പറഞ്ഞത്, അതിലേക്ക് നമ്മൾക്കിപ്പോൾ വരാം. ഭാഗവതം അവിടെ വെച്ചാണ് പറഞ്ഞത്. അപ്പം കഥ പറയുന്ന സ്ഥലമാണ് നൈമിഷാരണ്യം. ആ നൈമിഷാരണ്യത്തിൽ ഇപ്പം നമ്മളെന്താ പരിശോധിക്കണേ? നമ്മളിപ്പോൾ ഈ കൈശോര ഭാരതത്തിൽ എന്താ പറയണേ എന്നാണെങ്കിൽ, വേദവ്യാസ മഹർഷി മഹാഭാരതം രചിച്ചതിൻ്റെ ഒരു ഘടന സൂത്രത്തിൽ ഒന്ന് പരിശോധിക്കണം. അതാണിപ്പോൾ നമ്മൾ ചെയ്യണതേ. അത് എനിക്ക് ബോധ്യം ഉണ്ടാവണല്ലോ, നല്ല നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ. അതെ, പറയണ ആൾക്ക് വിവരമില്ല, കേൾക്കണ ആൾക്കും വിവരമില്ല, ശ്രദ്ധിക്കില്ല, ഒരു കാര്യമില്ല. വിവരമില്ല എന്നല്ല കേട്ടോ. അതെ, സഞ്ജയൻ്റെ ഒരു വിറ്റുണ്ട് അത്രേ. സഞ്ജയൻ എം.ആർ. നായർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹാസ്യ സാഹിത്യകാരനായിരുന്നു, ധർമ്മസാഹിത്യകാരനും ഗൗരവമായിട്ടുള്ള സാഹിത്യകാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിറ്റുണ്ട്, പ്രസംഗകൻ സ്റ്റേജിൽ എന്ന് പറയാത്രേ. ആകപ്പാടെ നോക്കുമ്പോൾ നമ്മൾ എന്തൊരു വിഡ്ഢികളാണ്. അപ്പം സദസ്സിന്ന് ഒരാളെ ഏറ്റിട്ട് പറഞ്ഞു, സാറേ ഏകവചനം മതി, നമ്മളെന്ന് വേണ്ട. ശരി, ഏകവചനം മതി. ആകപ്പാട് നോക്കുമ്പോൾ താൻ എന്തൊരു വിഡ്ഢിയാണ്. ഇതങ്ങടെ വെച്ചു. അപ്പം അതുപോലെയല്ല, പറയണ ആൾക്കും കാര്യങ്ങൾ മനസ്സിലാവണം, കേൾക്കണ ആൾക്കും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അത് ഞാൻ ശ്രദ്ധിക്കണതേ എവിടെ എത്തിയപ്പോൾ ഇതിപ്പോൾ വ്യാസൻ്റെ മഹാഭാരതത്തിൻ്റെ ഘടന, അതിൻ്റെ ക്രാഫ്റ്റ് സൂത്രത്തിൽ തുടക്കം ആണ്. മൊത്തം മഹാഭാരതത്തിൻ്റെ ക്രാഫ്റ്റ് തുടക്കം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ നൈമിഷാരണ്യം പ്രാചീന കാലത്തെ സ്ഥിരം കഥാപ്രസംഗവേദി ആയ നൈമിഷാരണ്യത്തിൽ ശൗനകാദി മുനികൾ, ശൗനകൻ തുടങ്ങിയ മുനിമാർ, ശൗനകൻ അതിൻ്റെ ചീഫ് ക്യാപ്റ്റൻ ഇപ്പോഴത്തെ ഭാഷയിൽ ശൗനകൻ ക്യാപ്റ്റൻ, ചീഫായിട്ടുള്ള മുനി, ഒരു 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം നടത്തുകയാണ്. എൻ്റെ അമ്മേ, യജ്ഞം, അതെ, 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന യജ്ഞമാണ്. അത് നൈമിഷാരണ്യത്തിൽ ആരംഭിച്ചു. അപ്പം സ്വതവേ നൈമിഷാരണ്യം നമ്മൾ കണ്ടു, കഥ പറയാനുള്ള വേദിയാണ്. അപ്പം യജ്ഞം നടക്കുമ്പോഴാണ് കഥ പറയുക. പഴയ കാലത്ത് യജ്ഞങ്ങൾ നടക്കുമ്പോൾ അവിടെ ഈ യജ്ഞത്തിൻ്റെ ഇടയിലുള്ള സമയത്ത് കഥകൾ പറയും. യജ്ഞം എന്ന് പറയുന്നത് ഈശ്വരീയമായൊരു കർമ്മമാണ് എന്ന് തൽക്കാലം മനസ്സിലാക്കുക, നമ്മൾക്ക് അങ്ങനെ ധരിക്കുക. ആ ഈശ്വരീയ കർമ്മം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇപ്പുറത്ത് ഒഴിവ് സമയങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ നല്ല കഥകൾ, പുരാണ കഥകൾ, ഈശ്വരൻ്റെ മഹത്വത്തെ വെളിവാക്കുന്ന കഥകൾ, അതിൽ അസുരന്മാരുടെ കഥ വരും, ദേവന്മാരുടെ കഥ വരും, ഈശ്വരൻ്റെ കഥ വരും, മഹാവിഷ്ണുവിൻ്റെ കഥ വരും, പല കഥകൾ വരും. ഇങ്ങനെ കഥ പറയുന്നൊരു ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു യജ്ഞശാലകളിലൊക്കെ. അപ്പോൾ ഈ നൈമിഷാരണ്യത്തിൽ, അതെ,
ശൗനകൻ തുടങ്ങിയ മഹർഷിമാർ, ശൗനകൻ ഒരു മഹർഷിയുടെ പേരാണ്, 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ആരംഭിച്ചപ്പോൾ അവിടേക്ക് ഒരാൾ കയറി ചെന്നു. ആ യജ്ഞശാലയിലേക്ക് വിളിക്കാണ്ട് കയറി ചെന്നതാണ്. അവർക്ക് ആർക്കും കയറി ചെല്ലാം. ഇപ്പം ചില മീറ്റിങ്ങിൽ വിളിക്കാണ്ട് ചിലർ കയറി ചെന്നിട്ട് ചില കുഴപ്പമുണ്ടായി, അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ അതല്ല. യജ്ഞശാലയിലേക്ക് സൂതൻ, കഥ പറയുന്ന ആൾക്ക് കയറി ചെല്ലാം, പ്രത്യേകം ക്ഷണം വേണ്ട. അദ്ദേഹം അവിടേക്ക് കയറി ചെന്നു. കയറി ചെന്ന ആളുടെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. ഉഗ്രശ്രവസ്, അദ്ദേഹം കഥ പറയുന്ന ആളാണ്, സൂതനാണ്. ഉഗ്രശ്രവസിൻ്റെ അച്ഛനും സൂതനാണ്. അതെ, ഉഗ്രശ്രവസിൻ്റെ അച്ഛൻ്റെ പേരാണ് രോമഹർഷണൻ അല്ലെങ്കിൽ ലോമഹർഷണൻ. അത് നമ്മൾ അദ്ദേഹത്തെ കുറിച്ചൊന്ന് പരാമർശിച്ചിട്ടുണ്ട്. അപ്പം സൂതനായ ലോമഹർഷണൻ്റെ അല്ലെങ്കിൽ രോമഹർഷണൻ്റെ മകൻ, കഥ പറച്ചിലുകാരൻ സൂതൻ ഉഗ്രശ്രവസ് നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ, ശൗനകൻ തുടങ്ങിയ മഹർഷിമാർ 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ആരംഭിച്ചപ്പോൾ അവിടേക്ക് കയറി ചെന്നു ഈ ഉഗ്രശ്രവസ്. ആരത്? ഉഗ്രശ്രവസല്ലേ, സൂതനല്ലേ. വരൂ 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 വരൂ, ഇതിലേ വരാം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള മഹർഷിമാരെ ഇദ്ദേഹത്തെ എതിരേറ്റു കൊണ്ടുപോയി പീഠത്തിൽ ഇരിക്കൂ. പീഠത്തിലെ പഴയ കാലത്തെ അർഘ്യം, പാദ്യം എന്ന് പറഞ്ഞാൽ കാല് കഴുകാനുള്ള ജലം ഇതൊക്കെ കൊടുത്തു. അവിടെ ഇരുത്തി എന്തോ ചിലത് കുടിക്കാൻ, ദാഹം മാറ്റാൻ. ഇപ്പോഴാണെങ്കിൽ ചായ കാപ്പി, കട്ടൻ കാപ്പിക്കുന്നത് അതല്ല, പഴയ കാലത്തെ ഇതൊക്കെ കൊടുത്തു. അവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുനി വന്നു. അല്ല ഉഗ്രശ്രവസ്, എവിടുന്ന ഇപ്പോൾ വരവ്? അങ്ങയുടെ വരവ് എവിടുന്ന? ഇറ്റീനററി, വാട്ട് ഈസ് യുവർ, പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ ഇറ്റീനററി, പ്ലീസ് ലെറ്റ് us know യുവർ ഇറ്റീനററി. അങ്ങയുടെ ടൂർ പ്രോഗ്രാം എന്തായിരുന്നു? അങ്ങ് എവിടുന്ന വരുന്നത്? എവിടേക്കാണ് പോണേ? എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? ഇതൊക്കെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞ ഒരു മുനി പറഞ്ഞപ്പോൾ ഉഗ്രശ്രവസ് താൻ എവിടെ നിന്ന് വരുന്നു, തൻ്റെ വേറബൌട്ട്സ് എന്ന് പറയാൻ പറ്റില്ല, താൻ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. അല്ലേ മഹർഷിമാരെ, ഞാനിപ്പോൾ ആദ്യം ഞാൻ ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തിൽ പോയി. അവിടെ പോയി. അപ്പോൾ സർപ്പസത്രം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഉഗ്രശ്രവസ് വരുന്നത്. ജനമേജയൻ നടത്തിയ സർപ്പസത്രം എന്ന് പറഞ്ഞാൽ സർപ്പയാഗം, അത് നമുക്ക് വഴിയെ പരിശോധിക്കാം. അവിടെ പോയിപ്പോൾ എന്തുണ്ടായി? ജനമേജയൻ്റെ സർപ്പസത്ര സദസ്സിൽ വെച്ച് വൈശമ്പായനൻ, ആരാ ഈ വൈശമ്പായനൻ? വ്യാസൻ്റെ ശിഷ്യൻ. അദ്ദേഹം പറയുന്ന മഹാഭാരതം ഉൾപ്പെടെയുള്ള പല കഥകളും ഞാൻ അവിടെ ഇരുന്ന് കേട്ടു. എൻ്റെ അച്ഛൻ രോമഹർഷനും കേട്ടു. ഞങ്ങളത് പഠിച്ചു, ആ കഥ പഠിച്ചു. എന്നിട്ട് ഞാൻ സമന്തപഞ്ചകത്തിൽ പോയി, പല തീർത്ഥസ്നാനങ്ങളിലും പോയി. ഞാനിപ്പോൾ നിങ്ങളുടെ ആശ്രമത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഞാൻ എന്താണ് പറഞ്ഞു തരേണ്ടത്? എന്താണ് പറയേണ്ടത്? എന്ത് പരിപാടിയാണ് ഞാൻ അവതരിപ്പിക്കേണ്ടത്? എന്ത് കഥയാണ് ഞാൻ പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ കൂടി പറഞ്ഞു, അങ്ങിപ്പോൾ ശമന്തപഞ്ചകം എന്ന് പറഞ്ഞില്ലേ, അവിടെ പോയിപ്പോൾ അവിടെയാണല്ലോ മഹാഭാരത യുദ്ധം നടന്നത്. അതെ. അപ്പോൾ ജനമേജയൻ്റെ സർപ്പസത്രത്തിൽ വെച്ച് നടന്ന കഥ, വൈശമ്പായനൻ പറഞ്ഞ മഹാഭാരത കഥ അങ്ങ് കേട്ടു. അതങ്ങോട്ട് പറയാ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുണ്ടായി? എന്താപ്പണ്ടായേ? നൈമിഷാരണ്യത്തിലെ 12 കൊല്ലം നടക്കുന്ന യാഗം, അവിടെ സൂതൻ ഉഗ്രശ്രവസ്, ലോമഹർഷൻ്റെ പുത്രൻ ഉഗ്രശ്രവസ് കയറി ചെന്നു. അദ്ദേഹം വ്യാസൻ്റെ ശിഷ്യൻ വൈശമ്പായനൻ പറഞ്ഞ കഥകൾ കേട്ടു, ഭാരത കഥ കേട്ടു. അത് അദ്ദേഹത്തോട് പറയാൻ ഇവിടെയുള്ള മുനിമാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ മുനിമാരോട്, നൈമിഷാരണ്യത്തിൽ നടക്കുന്ന 12 വർഷം നീണ്ടു നിൽക്കുന്ന സത്രത്തിലെ മുനിമാരോട് സൂതൻ പറയുന്ന കഥയാണ് മഹാഭാരതമായിട്ട് നമ്മൾ കേൾക്കണം.